ഇനി എന്താണ് SGD, ദാറ്റ് ഈസ് സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെന്റ്. ഈ മെത്തേഡ് എന്താണ്? ഇതൊരു ലീനിയർ റിഗ്രഷൻ ആൽഗോരിതം യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് SGD. ഇവിടെ ചെയ്യുന്നത് നിങ്ങളുടെ ഡാറ്റ സെറ്റ്, ഏരിയ ഉണ്ട്, റെന്റ് ഉണ്ട്. ഈ ഡാറ്റ സെറ്റിനെ നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ ലീനിയർ റിഗ്രഷൻ ആൽഗോരിതം ചെയ്യുന്നത് ഈ ഡാറ്റ പോയിന്റ്സ് ഡയമെൻഷനിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, ഈ ലൈൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡിക്റ്റഡ് വാല്യൂസ് പോകുന്നത് ഈ ലൈനിലൂടെ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ആക്ച്വൽ പോയിന്റ് ഒന്നുകിൽ ചിലപ്പോൾ ഈ ലൈൻ ചില സമയത്ത് ഈ ലൈനിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ലൈനിൻ്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ ലൈനിൻ്റെ ചുവടെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഗ്യാപ്പ് അതിനാണ് എറർ. ഓക്കെ, അപ്പം ഈ ടോട്ടൽ എറർ, അതായത് എല്ലാ പോയിന്റിനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ എറർ ഏറ്റവും കുറവാണ്, ആ രീതിയിലായിരിക്കണം ഈ ലൈൻ. ഓക്കെ, ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. നേരത്തെ നമ്മൾ കണ്ടു ഒരു അൽഗോരിതം നോർമൽ ഇക്വേഷൻ. അതിൽ ചെയ്യുന്നത് ഈ പറയുന്ന ഡാറ്റ ഒന്നിച്ചെടുക്കും, എക്സും വൈയും, അതിനുശേഷം സം മെട്രിക്സ് ഓപ്പറേഷൻ, ദേ വിൽ ഡിസൈഡ് വാട്ട് ഈസ് എം ആൻഡ് വാട്ട് ഈസ് ഇ. ഓക്കെ, അപ്പോൾ അത് കമ്പ്യൂട്ടേഷൻ കൂടുതലാണ്, ഒറ്റയടിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് നിങ്ങളുടെ ഡാറ്റ സെറ്റിനെ പല വാല്യൂസ്, പല ബാച്ചസ് ആയിട്ട് തിരിക്കും. ഓക്കെ, എന്നിട്ട് ഒരു ബാച്ച് ഒരു സമയം ക്ലോസ് ചെയ്യും. അവിടെ നിങ്ങൾക്കൊരു ലൈൻ കിട്ടി, ഒരു എം കിട്ടി, ഒരു സി കിട്ടി. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങളൊരു ലൈൻ വരയ്ക്കും. അവിടെ ടോട്ടൽ എറർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും, ഈ അൽഗോരിതം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. അതിനുശേഷം ബാച്ച് 2ലേക്ക് വന്നു, അവിടെ ഒരു എമ്മും സിയും കാൽക്കുലേറ്റ് ചെയ്തു. അതായത് നെറ്റ് സംഭവിക്കുന്നത് കുറേ പോയിന്റ്സ് ഉണ്ട് നിങ്ങളുടെ XY പ്ലെയിനിൽ. അതൊരു ലൈൻ വരച്ചു, അത് ശരിയായില്ല, ടോട്ടൽ. ഓക്കെ, ഒരു ലൈൻ വരച്ചു, അതിൽ ടോട്ടൽ എറർ കാൽക്കുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ബാച്ച് 2 ക്രോസ് ചെയ്തു, പുതിയൊരു ലൈൻ കിട്ടി. അപ്പോൾ ഏതിലാണ് ടോട്ടൽ എറർ കുറവുള്ളത്, ആ ലൈൻ അക്സെപ്റ്റ് ചെയ്യും. സപ്പോസ് ഇതിനകത്താണ് ടോട്ടൽ എറർ കുറവുള്ളെങ്കിൽ ഈ ലൈൻ ആയിരിക്കും നിങ്ങളുടെ റിഗ്രഷൻ ലൈൻ. ഓക്കെ, ഇതായിരിക്കും ഈ ലൈനിൽ വിളിക്കുന്ന പേരാണ് റിഗ്രഷൻ ലൈൻ. അപ്പോൾ ഈ രീതിയിലാണ് SGD വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് യൂസ് ഇറ്ററേഷൻ. ഓക്കെ, ഇറ്ററേഷൻ ഇത് കുറച്ചും കൂടെ കമ്പ്യൂട്ടേഷൻ ഹെവി ആയിരിക്കില്ല, കാരണം ഇത് കുറച്ച് ഡാറ്റ എടുത്തിട്ട് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പല പ്രാവശ്യം ഈ ലൈൻ വരയ്ക്കും. അപ്പം ഓരോ ലൈനിലും ടോട്ടൽ എറർ കാൽക്കുലേറ്റ് ചെയ്യും. ഏത് ലൈനിലാണോ ടോട്ടൽ എറർ, ഏത് ബാച്ച് ക്രോസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത എമ്മും സിയും വെച്ച് നിങ്ങൾ ഡ്രോ ചെയ്ത ലൈനിലാണോ ഈ ടോട്ടൽ എറർ കുറവുള്ളത്, ആ ലൈൻ റിഗ്രഷൻ ലൈൻ ആയിട്ടെടുക്കും. ആ ലൈനിലൂടെയാണ് പിന്നെ പ്രിഡിക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതാണ് SGD എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ ലീനിയർ റിഗ്രഷൻ ചെയ്യുന്നത് ഒന്നുകിൽ നോർമൽ ഇക്വേഷൻ അല്ലെങ്കിൽ SGD. ഇത് വെച്ചിട്ടാണ്, ഈ പ്രോസസ് വെച്ചിട്ടാണ് ഈ ലീനിയർ റിഗ്രഷൻ വർക്ക് ചെയ്യുന്നത്. സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെന്റ് മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ ലീനിയർ റിഗ്രഷൻ ആൽഗോരിതത്തിന്റെയും ജോലി ഈ പ്ലെയിനിൽ, ഡാറ്റ പോയിന്റ്സ് നിങ്ങൾ മാർക്ക് ചെയ്ത പ്ലെയിനിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എറർ അത് മിനിമം ആയിരിക്കണം. അപ്പോൾ ഈ മെത്തേഡ് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും, ടോട്ടൽ എറർ കാൽക്കുലേറ്റ് ചെയ്യും, അടുത്ത സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും, ടോട്ടൽ എറർ കാൽക്കുലേറ്റ് ചെയ്യും. ഈ രീതിയിൽ അത് പ്രൊസീഡ് ചെയ്യും. ഏത് ലൈനിനാണോ മിനിമം ടോട്ടൽ എറർ വന്നിട്ടുള്ളത്, ആ ലൈൻ റിഗ്രഷൻ ലൈനായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു പ്രോസസ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു റിയൽ വേൾഡ് കേസിൽ നിങ്ങളുടെ കൈയും കണ്ണും എല്ലാം കെട്ടി ഒരു 3 നില ബിൽഡിങ്ങിന്റെ മുകളിൽ കൊണ്ടു നിർത്തി. അപ്പോൾ ഷെയർ കേസിനടുത്ത് തന്നെയായിട്ടാണ് നിർത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇരുട്ടാണ്, ലൈറ്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താഴേക്ക് വരണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് കാലുകൊണ്ട് നിങ്ങൾ സ്റ്റെപ്സ് സെർച്ച് ചെയ്യും. ഓക്കെ, സ്റ്റെപ്സ് സെർച്ച് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ താഴേക്ക് വരാം. ഒരു സ്റ്റെപ്പ് നിങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആ സ്റ്റെപ്പിൽ നിന്നിട്ട് നിങ്ങൾ വീണ്ടും കാലുകൊണ്ട് സെർച്ച് ചെയ്യും അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു 6 ആക്ക് മൂവ്മെന്റ് ആയിട്ട് നിങ്ങൾ
താഴേക്ക് വരും. ഓക്കെ, ഇതുപോലെയാണ് ഈ SGD വർക്ക് ചെയ്യുന്നത്.